തൊഴിലാളി തെണ്ടികളുടെ മുന്നിൽ വെച്ച് അവൾ എന്നെ തല്ലി. അവൾ എനിക്ക് അടിമപ്പെടണം. അഞ്ജന, അവൾ എന്റെ കൂട്ടിൽ ചേക്കേറാൻ അധിക ദിവസം വേണ്ട. ഇരിക്ക. ഞാൻ വീട്ടിൽ പോയിരുന്നു. അഞ്ജനയ്ക്കറിയാം. അമ്മയുടെ വിഷയം ഞാൻ അവതരിപ്പിച്ചു. അഞ്ജനയെ ഇഷ്ടമാണെന്നുള്ള വിവരം. എന്താ മാഡം പറഞ്ഞത്? അഞ്ജനയെ കണ്ടിട്ടുണ്ട്, ചില പണിഷ്മെന്റും കൊടുത്തിരുന്നു. പിന്നെ മനസ്സിലായി അവള് നിരപരാധിയാണെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് എന്നും ഇഷ്ടം നാടൻ സൗന്ദര്യ. തീരുമാനം? എന്ത് തീരുമാനം? നിനക്കിഷ്ടമാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് ചെല്ല. വിവാഹത്തിന് അമ്മ സമ്മതിച്ചു. പക്ഷേ അഞ്ജന ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല വിവാഹത്തിന് സമ്മതമാണെന്ന്. പറഞ്ഞാൽ ഉടൻ വിവാഹം. അമ്മവാ, ഞാൻ ഇറങ്ങുന്നു. ശരി സാർ. ശരി സാറെന്നല്ല, ശരി മോനെ എന്ന് പറയാനുള്ള നടപടികൾ ഉണ്ടാവണം. എന്റെ പൊന്നു മോളെ, സോനെ ഒന്ന് വിചാരിച്ചാൽ രണ്ട് നേടും. നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കാശ് കണ്ടാൽ സോന കമിഴ്ന്ന് വീഴുന്ന. ലിസി, ആരോ വരുന്നുണ്ട്. കോൾ യു ബാക്ക്. ഹായ്. മനസ്സിലായില്ല? എനിക്കറിയാം, സോനയല്ലേ? ഞാൻ മായ. ഡാഡിയെ കാണാൻ വന്നതാണോ? അല്ല, ഞാൻ മനുവിന്റെ ഗേൾഫ്രണ്ട് ആണ്. മാത്രല്ല ലിവിങ് ടുഗെദർ 5 വർഷമായിട്ട്. എത്ര കോടി ലക്ഷ്യമിട്ടാ വന്നത്? എങ്കിൽ അതിവിടെ ഇല്ല. PK നിലയത്തിൽ പോയി മല്ലിക മാഡത്തോട് പറയണം. നീ എന്താ സിനിമാ കഥയിലെ സീനുണ്ടാക്കാൻ വന്നതാ? നിനക്ക് തെറ്റി. നീ എന്ന കഥാപാത്രത്തിന്റെ പ്ലേസിംഗ് ഇവിടെ അല്ല വേണ്ടിയിരുന്നത്. എന്റെയും മനുവിന്റെയും വിവാഹത്തിന് ശേഷം. കഥയല്ല ഇത് സോന, ജീവിതം. ഫോട്ടോസും വീഡിയോസും അയച്ചിട്ടുണ്ട്. നോക്കാം കൃത്യമായിട്ട് തന്നെയാണോ ഞാൻ പ്ലേസ് ചെയ്തതെന്ന്. ഇനിയുള്ള ഭാഗങ്ങൾ കാണാൻ ശക്തിയില്ല അല്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണും ഈ മായയ്ക്ക് മനുവിലുള്ള അവകാശം. നിനക്കെന്താ വേണ്ടത്? പണം? എനിക്ക് വേണ്ടത് മനുവിനെയാ. അത് മനുവാ തീരുമാനിക്കേണ്ടത്. മതി, അവൻ നിന്നെ കിട്ടും. സംഭവിക്കാം. അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്നെ കിട്ടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. മനുവിനെ നമുക്ക് പങ്കിട്ട് ജീവിക്കാം. വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള അവസരം ഇതാണ്. ഇല്ലെങ്കിൽ നീ കണ്ട വീഡിയോ വിവാഹത്തിന് ശേഷം ലൈവായി കാണേണ്ടി വരും. അഞ്ജന, കേറടോ. വേണ്ട, ഞാൻ നടന്നോളാം. നിക്ക്. എന്നോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? ഞാൻ വിവാഹം ചെയ്യാന്ന് പറഞ്ഞത് വിശ്വാസമായില്ലല്ലേ? താൻ പറ, സത്യമാണെന്ന് തെളിയിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? താൻ വിശ്വസിക്കുന്ന ദൈവത്തെ പറ. അവിടെ വെച്ച് ഞാൻ സത്യം ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറയാമല്ലോ. ആദ്യമൊക്കെ എന്റെ ഉദ്ദേശം അടിപ്പെടുത്തൽ മാത്രമായിരുന്നു. താൻ അകലാൻ തുടങ്ങിയപ്പോ ഞാൻ അടുക്കാൻ തുടങ്ങി. ഇനിയും എന്റെ ഇഷ്ടം നീട്ടിക്കൊണ്ടു പോണോ?
ഞാനും ചില തീരുമാനങ്ങളില്ല. നീട്ടിക്കൊണ്ടു പോവാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയും വേഗം തീരുമാനം ഉണ്ടാവും. മതി, തന്റെ ഈ സമ്മതം മതി. തേയിലത്തോട്ടത്തിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് എന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത്. അതെ, അത് സത്യമായിരുന്നു. എനിക്കും അതുപോലെ തേയിലത്തോട്ടത്തിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു പറയണം. അത് മതി. അതിനുള്ള ഏർപ്പാടുകൾ ഉടൻ ചെയ്യാം. ഐ എം വെരി ഹാപ്പി. ഇനി തനിക്ക് ജീവിക്കണം. വന്നേ വന്നേ, അത് കണ്ടോ?